ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സൗദാമിനി ആദ്യം ദേവമംഗലത്ത് തന്നെ വന്ന് ബാലൻ്റെ കാലൊക്കെ തൊട്ട് തൊഴുത് മാപ്പ് അപേക്ഷിക്കുകയാണ്. എന്നിട്ട് എല്ലാ സത്യങ്ങളും തുറന്ന് പറയുന്നുണ്ട് കേട്ടോ. ആരാണ് ചെയ്തതെന്ന് മാത്രം, അവരെ കൊണ്ട് ഇത് ചെയ്യിച്ചതെന്ന് മാത്രം പറഞ്ഞില്ല. അവരെ ഞാൻ അങ്ങോട്ട് കാണാൻ പോവുകയാണെന്ന് പറയുന്നുണ്ട്. അവരെ പോലീസിൽ ഏൽപ്പിക്കണമെന്ന് ബാക്കി എല്ലാ മക്കളും മരുമക്കളും ഒക്കെ പറയുന്നുണ്ടെങ്കിലും ബാലനത് സമ്മതിക്കുന്നില്ല. നമ്മളായിട്ട് അന്വേഷിക്കണമെന്ന് വിചാരിച്ചിരുന്നിട്ട് അവളായിട്ട് നമ്മളോട് വന്ന എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞില്ലേ. ഇനി അവളെ ആരാണ് ആ ഒരു കല്യാണം മുടക്കാനായിട്ട് ഏൽപ്പിച്ചത്, അവൾ തന്നെ നേരിട്ട് ചെന്ന് കാര്യങ്ങൾ അവതരിപ്പിച്ച് കൈകാര്യം ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് വിടുവാണ്. അവിടെ നിന്ന് ഇറങ്ങിയ സൗദാമിനി നേരെ കൃഷ്ണമംഗലത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. അവിടെ ചെന്ന് കോളിംഗ് ബെല്ല് അടിക്കുമ്പോഴത്തേന് ഇന്ദിരാമ്മ വന്ന് ഡോർ തുറക്കുമ്പോൾ ആദ്യം കാണുന്നത് സൗദാമിനെ കണ്ട പാടെ തന്നെ ദേഷ്യം കൊണ്ട് നിൽക്കാൻ വയ്യാത്തവരും കുറേ വഴക്ക് കൊടുക്കുന്നുണ്ട്. എൻ്റെ ധർമ്മനെ ചതിക്കാൻ വേണ്ടി അവിടെ വന്നതും പോരാ, എന്തിനാണ് നീ ഇപ്പം വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, എനിക്ക് അകത്തിരുന്ന് ഞാൻ സംസാരിക്കാം, പുറത്ത് നിന്നാണെങ്കിൽ നാട്ടുകാർ മുഴുവനും അറിയും. നീ എവിടെ നിന്ന് വീട്ടിനകത്ത് നിന്നെ കയറ്റത്തില്ല എന്ന് പറയുമ്പോൾ രാജശ്രീ പറയുന്നുണ്ട്, വേണ്ടമ്മേ അകത്തോട്ട് വന്നോട്ടെ, എന്തിനാ നാട്ടുകാരെ അറിയിക്കണത്, കണ്ടോ മരുമോൾക്ക് കുറച്ചുകൂടെ വിവരമുണ്ട് എന്നും പറഞ്ഞിട്ട് അവരകത്തേക്ക് കയറുകയാണ്. അവിടെ വന്നിരിക്കുമ്പം പറയാണ്, എനിക്ക് ധർമ്മനോടാണ് സംസാരിക്കേണ്ടതെന്ന് പറയാം. ഇനി നീ ആരോടും സംസാരിക്കേണ്ട, നീ എന്തിനാ ഇപ്പോൾ വന്നത് അത് പറ, അത് ഞാൻ പറയാം. പിന്നെ എന്നെ ദൈവമാണ് ഇങ്ങോട്ട് അയച്ചത്, ഭഗവാൻ എനിക്കൊരു സമാധാനം തന്നില്ല എന്നൊക്കെ അവരിങ്ങനെ അവിടെ ഇരുന്ന് പറയുമ്പോൾ ഇന്ദിരാമ്മ വീണ്ടും ചോദിക്കുന്നുണ്ട്, ഏത് ദൈവമാടി, ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങളെല്ലാം ചെയ്തു വച്ചിട്ട് എന്നിട്ട് ദൈവത്തിന് തലയിടണോ കുറ്റങ്ങളെല്ലാം അല്ലേ? എൻ്റെ ധർമ്മൻ പഞ്ചപാവം, അവൻ ഒരു പെണ്ണിനെയും ചതിക്കത്തില്ല, ഒരു തെറ്റും ചെയ്യില്ല. എന്നിട്ടും ആ മണ്ഡപത്തിൽ വെച്ച് നീ എന്തൊക്കെ തെളിവും കൊണ്ടുവന്ന് അവൻ്റെ ജീവിതം ഇല്ലാതാക്കാൻ വേണ്ടി നോക്കിയത്? നിന്നെ പോലീസിനെ പിടിച്ച് ഏൽപ്പിക്കുക വേണ്ടത്. എനിക്ക് കൈ കാല് തരിച്ചിട്ട് വയ്യ നിന്നെ തന്ന് ഇവിടുന്ന് ഇറക്കാനാണ് തോന്നുന്നത് എന്നൊക്കെ ഇന്ദിരാമ്മ തിളച്ചുകൊണ്ടിങ്ങനെ പറയാം. അപ്പോഴാണ് പറയുന്നത്, എനിക്ക് ധർമ്മനെ കാണണം, ധർമ്മനും ഭാര്യയൊക്കെ ഇവിടെ ഉണ്ടാവുമല്ലോ, വിളിക്കാൻ പറയാം. ധർമ്മനും സുകന്യയും കൂടെ ഇറങ്ങി വരുവാണ്. പിന്നെ ഒരു വശത്തു കൂടെ നമ്മുടെ അച്യുതനും അനന്തനും കൂടെ ഇറങ്ങി വരുവാണ്. വന്ന പടത്ത് സൗദാമിനെ കാണുമ്പോൾ തന്നെ അച്യുതൻ ചോദിക്കുകയാണ് അനന്തൻ, അയ്യോ ഇവളെന്തിനാണ് ഇവിടെ വന്നത്, എന്തോ നമുക്ക് അങ്ങോട്ട് പോയി ചോദിക്കാം. അങ്ങനെ ഇങ്ങോട്ട് വരുമ്പം എല്ലാവരും ബോധിപ്പിക്കാനായിട്ട് അവരങ്ങോട്ട് ഉറച്ച് ചോദിക്കുകയാണ് കേട്ടോ, എന്തിനാടി നീ ഇങ്ങോട്ട് വന്നത്, എൻ്റെ ധർമ്മൻ്റെ ജീവിതമൊക്കെ നശിപ്പിച്ചിട്ട്? ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണമുണ്ട്, അതാ ചോദിക്കണത്. എന്താ നിനക്ക് വേണ്ടത്? എന്തെങ്കിലും പണം തട്ടിയെടുക്കാനുള്ള അടവുമായിട്ടാണോ നീ ഇങ്ങോട്ട് വന്നതെന്ന് അച്യുതൻ ചോദിക്കാം. അപ്പോൾ സൗദാമിനി പറയണം, പണം തട്ടിയെടുക്കാനൊന്നുമല്ല ഞാൻ വന്നത്, തന്ന പണം തിരികെ ഏൽപ്പിക്കാനാണ് വന്നത് എന്നും പറഞ്ഞ് ബാഗ് തുറന്ന് അതിൽ നിന്ന് 500 2 കെട്ട് നോട്ടെടുത്ത് മേശയിലേക്ക് വലിച്ചെറിയാണ്. ദാ നിങ്ങൾ തന്ന പണം എനിക്ക് വേണ്ട, ഇതെനിക്ക് സമാധാനമേ തരുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ തന്നെ വെച്ചോ, എന്തൊക്കെയായി പറയണത് എന്നും പറഞ്ഞ് അവരങ്ങോട്ട് ചാടി ഇഴിക്കുക കേട്ടോ. അപ്പോൾ ധർമ്മൻ ഇതെല്ലാം കേട്ടോണ്ടിരിക്കുകയാണ്. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, ഇത് ഏതാ പൈസ, എടുത്തോണ്ട് പോടി എന്നൊക്കെ ഇങ്ങനെ പറയുമെങ്കിലും ഇന്ദിരാമ്മ ചോദിക്കുന്നുണ്ട്, നിനക്ക് ആരായി കാശ് തന്നത്, എന്താ കാര്യം, നീ സത്യം പറ, എന്താ നടന്നതെന്ന് എന്ന് ഇന്ദിരാമ്മ നിർബന്ധിച്ച് ചോദിക്കുമ്പം സൗദാമിനി പറയുന്നുണ്ട്, നിങ്ങളുടെ ഈ 2 മക്കളില്ലേ, ഇവർ തന്നെയാണ് ഈ കാശ് എനിക്ക് തന്നത്. ഇവർക്ക് വേണ്ടത് അപ്പുറത്ത് ഉള്ള ആ ബാലൻ ചേട്ടനെ, അവരുടെ ആ ജീവിതം നശിപ്പിക്കണം, അയാൾ നാണം കെടുത്തണം എല്ലാവരുടെയും മുന്നിൽ, ഇതായിരുന്നു ഉദ്ദേശം. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു നാടകം കളിക്കാൻ എനിക്ക് കാശും തന്ന് ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. കള്ളത്തനം പറഞ്ഞാലുണ്ടല്ലോ, ആദ്യം ഒരു കള്ളത്തരമായിട്ട് നീ അവിടെ വന്നു, അടുത്ത കള്ളത്തരമായിട്ട് ഇവിടെ വന്നോടി എന്ന് പറഞ്ഞിട്ട് രാജശ്രീ അങ്ങോട്ട് ചാടാൻ തുടങ്ങി. നിങ്ങൾ കൂടുതൽ തിടയ്ക്കണ്ട, നിങ്ങളെ ഭർത്താവിനോട് ചോദിച്ചു നോക്ക്, അവർ തന്നെയാണ് ഈ കാശ് എനിക്ക് തന്നത്, എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചതും. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ സത്യം ഇവിടെ വന്ന് പാവം ആ കുടുംബത്തെ തകർക്കേണ്ടി വന്നു ഞാൻ കാരണം, എനിക്ക് മനസ്സമാധാനം കിട്ടിയിട്ടില്ല. പിന്നെ ധർമ്മൻ അയാൾ നല്ലൊരു വ്യക്തിയാണ്, അറിയാതെ ചെയ്തു പോയതാണ്, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ ഇവർ പറയട്ടോ. ഇന്ദിരാമ്മ അങ്ങോട്ട് എണീറ്റ് നിന്നും കൊണ്ട് അച്യുതൻ ഒരൊറ്റ അടി അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. എടാ ദുഷ്ടാ, എൻ്റെ ബാലൻ അവൻ പഞ്ചപാവം, അവൻ എത്ര ആഗ്രഹത്തോടുകൂടി ധർമ്മൻ്റെ വിവാഹം നടത്താൻ വേണ്ടി കാത്തിരുന്നത്, എന്നിട്ട് അവനെ എല്ലാവരുടെയും മുന്നിൽ നാണം കെടുത്തിയും പോരാഞ്ഞിട്ട് എൻ്റെ ധർമ്മനെ നാണം കെടുത്തി, എന്നിട്ട് നല്ല വെള്ള ചമഞ്ഞ് അവനൊരു പുതിയ ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നീയൊക്കെ എന്ത് നാടകമാണ് അവളെ കാണിച്ചു വെച്ചത്. ഇങ്ങനെ ഒരു ചതി വേണമായിരുന്നോടാ, ഇങ്ങനെ എൻ്റെ ബാലിനെ നാണം കെടുത്ത് നീ ഇനി ഈ വീട്ടിനകത്ത് കാണരുത്, ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞ് അടി കൊടുത്ത് ഇറക്കി വിടുവാനാണ് നമ്മൾ അച്യുതനെയും ആനന്ദനും അതുപോലെ തന്നെ കേട്ടോ കിട്ടുന്നുണ്ട് ശരിക്കും അമ്മയുടെ കയ്യിൽ നിന്ന്. അതോടുകൂടി സത്യം തെളിഞ്ഞപ്പോൾ ഭാവം ധർമ്മൻ ആശ്വാസമായി. അല്ലെങ്കിലും ധർമ്മൻ അറിയാം ഇത് ബാലേട്ടൻ്റെ അളിയൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് അല്ല, വേറെ എന്തോ ചതി നടന്നിട്ടുണ്ടെന്ന് അറിയാം. എന്നാലും സത്യമായിട്ട് മുന്നിൽ വന്നപ്പോൾ എല്ലാവർക്കും ആശ്വാസമായി കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് അപ്പുറത്തെ നമ്മുടെ ദേവമംഗലത്ത് ബാലൻ അങ്ങോട്ട് ഇറങ്ങി നിന്ന് പറയുന്നുണ്ട്, എന്തായാലും നമ്മുടെ ധർമ്മൻ്റെ കല്യാണം ഒരു ഉത്സവം പോലെ നടത്തണമെന്നായിരുന്നു നമ്മളുടെയൊക്കെ ആഗ്രഹം. പക്ഷേ ഉത്സവം കഴിഞ്ഞാലേ ഒരു വെടിക്കെട്ടുണ്ട്, അതെല്ലാവർക്കും അറിയില്ലേ.
ഇനി നമ്മൾ അങ്ങോട്ടൊരു വെടിക്കെട്ടോട് കൂടി തുടങ്ങാൻ പോവാടാ നമ്മുടെ ആഘോഷം. എൻ്റെ പിള്ളേരെയൊക്കെ ഇങ്ങോട്ട് ഇറക്കി വാ. അങ്ങനെ ആര്യനെ ആനന്ദിനെ ആകാശിനെ ഒക്കെ വിളിക്കണം കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി വിളിച്ചു നിർത്തി നല്ലൊരു വെടിപ്പടക്കമൊക്കെ അവിടെ വയ്ക്കുന്നുണ്ട്. കാരണം അച്യുതനും അനന്തനും നാണം കെട്ട് നാറി വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിടുമെന്നല്ലേ അമ്മ ആ സ്റ്റേജ് വരെ കൊണ്ടെത്തിച്ചില്ലേ. ഇപ്പോൾ ആ തല ഉയർത്തി നിൽക്കുന്നത് ബാലനാണ്. അതോടുകൂടി ആണ് ഇന്നത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് കേട്ടോ. നാളെ ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.